ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 13 വാക്യം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരന് തൻ്റെ ബിസിനസ്സിൽ വലിയ പരാജയമുണ്ടായി. വളരെയേറെ നഷ്ടങ്ങൾ സംഭവിച്ചു. അവൻ അതോർത്ത് വളരെയേറെ നിരാശനായി. ഒരു ദിവസം അവൻ ഒരു ഗുരുവിൻ്റെ അടുത്തെത്തി തൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഗുരുവിനോട് പറഞ്ഞു. ഇനിയും താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശം അന്വേഷിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഗുരു പറഞ്ഞു, മകനെ, നിന്റെ കൈകൾ നഷ്ടത്തിൻ്റെ കണക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിനാൽ പുതുതായി ഒന്നും സ്വീകരിക്കുവാൻ നിനക്ക് കഴിയാതെ വരുന്നു. നീ നിന്റെ കൈകളിൽ നിന്ന് നഷ്ടങ്ങളെ ദൂരെ കളയുക. എന്നിട്ട് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കൈകൾ സജ്ജമാക്കുക. ഈ ലോകം എന്തെല്ലാം സാധ്യതകൾ നിറഞ്ഞതാണ്. അവയൊക്കെ സ്വീകരിക്കുവാൻ നാം എത്രമാത്രം തയ്യാറാണ് എന്നതാണ് പ്രധാന പ്രശ്നം. നഷ്ടങ്ങളുടെ കണക്ക് മറക്കുക. ഒരു തോൽവി ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇനിയും നിനക്ക് പല പദ്ധതികളിലും വിജയിക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കി പുതിയ സംരംഭങ്ങളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക. ആ യുവാവിന് ഗുരുവിൻ്റെ വാക്കുകളിലെ ആഴം മനസ്സിലാക്കുവാനിടയായി. അവൻ പുതിയ ചില പദ്ധതികളെക്കുറിച്ച് പഠിച്ചു. അതിൻ പ്രകാരം ഒരു നല്ല ബിസിനസ് പുതുതായി ആരംഭിച്ചു. അത് ക്രമേണ വളർന്നു. അവൻ ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി രൂപാന്തരപ്പെട്ടു. നഷ്ടങ്ങളും കഷ്ടങ്ങളും ജീവിതത്തിൽ സാധാരണയാണ്. പലപ്പോഴും തോൽവിയുണ്ടായി എന്നും വരാം. പക്ഷേ അവയ്ക്കൊന്നും ജീവിതത്തെ തകർക്കുവാൻ കഴിയില്ല. എന്നാൽ തൽഫലമായി ഉണ്ടാവുന്ന നിരാശ ജീവിതത്തെ തകർക്കുന്നവയാണ്. ആകയാൽ നിരാശ ഉപേക്ഷിച്ച് പ്രത്യാശപൂർവ്വം മുന്നേറുവാൻ കഴിയേണ്ടത് ജീവിതത്തിലെ പരമപ്രധാനമായ ആവശ്യമാണ്. നിരാശപ്പെട്ടിരിക്കുമ്പോൾ വിദഗ്ധമായ ഉപദേശങ്ങൾ ആരായുന്നത് നല്ലതാണ്. എന്നാൽ നിരാശയുടെ പേരിൽ യാതൊരു തീരുമാനവും കൈക്കൊള്ളാൻ പാടില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ വിനാശം മാത്രമേ വരുത്തുകയുള്ളൂ. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും എന്നും നിലനിൽക്കുകയില്ല എന്നത് ആരും വിസ്മരിക്കാവുന്നതല്ല. എല്ലാ പ്രതിസന്ധികളും താൽക്കാലികമാണ്. എന്നാൽ നമ്മെ പുത്തൻ അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ അവ വളരെ സഹായകമാണ്. ആകയാൽ തോൽവികളെ നോക്കി പരിതപിക്കാതെ പുതിയ പദ്ധതികളിലൂടെ വിജയത്തിലേക്ക് നീങ്ങുവാൻ നമുക്ക് കഴിയണം. ബിസിനസ്സിലെ തോൽവി മാത്രമല്ല, ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളോടും ഈ മനോഭാവമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ശ്രേഷ്ഠമായ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് തുണ നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ധൈര്യത്തോടെ അതിജീവിപ്പാനും കർത്താവിനാൽ അവയെ വിജയം കരസ്ഥമാക്കുവാനും തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. അതിനായി ഞങ്ങളുടെ കരങ്ങളെ സജ്ജമാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.